ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 1200 കൊല്ലവർഷത്തെ ഫലമാണ്. അതായത് ചിങ്ങം 1 മുതൽ കർക്കിടകം 31 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ്. കേരളയെ സംബന്ധിച്ചോളം പുതുവർഷമാണ് അല്ലെ. ഈ ഒരു വർഷത്തിൽ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളോടെയാണ് ഈ ഒരു വർഷം നമ്മൾ നോക്കി കാണുക എന്ന് പറയാം. ഈ ഒരു ഫലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലെ. കാരണം ഈ ഒരു വർഷത്തില് പ്രധാന ഗ്രഹങ്ങൾ എല്ലാം തന്നെ എല്ലാ ഗ്രഹങ്ങളും രാശി മാറുന്ന സമയമാണ്. വ്യാഴം, ശനി, രാഹു, കേതുക്കൾ എന്നിവ രാശി മാറുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഗുണങ്ങളായാലും ദോഷങ്ങളായാലും പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയുക. അതുമാത്രമല്ല, നമ്മൾ പുതിയൊരു ആണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. 1100 എന്ന ആണ്ടിൽ നിന്നും 1200 എന്ന ആണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി 200 അല്ലെ, 200 എന്ന വർഷമാണ് നമ്മൾ മുമ്പോട്ട് പോവുക. ഈ ഒരു വർഷക്കാലം അതായത് 17/8/2024 മുതൽ 16/8/2025 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ വീഡിയോയുടെ അവസാനവും നിങ്ങളുടെ ഫലം കഴിഞ്ഞിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണണം. ഒരു കൂറിന്റെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യണ്ട, ഇപ്പോൾ ലാസ്റ്റിലോട്ട് പോകണമെന്നില്ല. പിന്നെ നിങ്ങളുടെ അതാത് ഫലങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, എന്നാൽ മാത്രമേ എങ്ങനെയാ നിങ്ങൾക്ക് ആ ഫലം നിങ്ങൾ ഗ്രഹിക്കേണ്ടേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കർക്കിടകം 32 വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പുരാട നക്ഷത്രത്തില് ചിങ്ങരവി സംക്രമം എന്ന് പറയുക. 1200 മീനം 15 അതായത് 2025 മാർച്ച് 29 വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. 1200 മേടം 31 അതായത് 2025 മെയ് 16 ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. 1200 ഇടവം 4 അതായത് 2025 മെയ് 19 രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നു. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു സുപ്രധാനമായ രാശിമാറ്റങ്ങളാണ് ഈ ഗ്രഹങ്ങളുടെ. അതാത് ഫലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അതാത് രാശിയുടെ മാറ്റത്തിന് സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഇടാം. ഇത് പൊതുവായിട്ട് ഈ ഒരു 1200 കൊല്ലവർഷത്തില് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം വിശദമായി തന്നെ ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക കേട്ടോ. ഇടവരാശി കാർത്തിക, മുക്ക, രോഹിണി, മകേരമാരടങ്ങുന്ന രണ്ടുകാല നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയുക. 8-11 ഭാവാധിപനായ വ്യാഴം ജന്മത്തിൽ നോക്കുകയും 9-10 ഭാവാധിപനായ ശനി 10ാം ഭാവത്തിൽ നിൽക്കുകയും 11 രാഹുവും 5 കേതുവും സഞ്ചരിക്കുന്ന സമയമാണ് ഈ ഒരു വർഷകാലം എന്ന് പറയുക. പൊതുവെ സാമ്പത്തികമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉയർച്ചകളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയാം. ഇടവരാശിയെ സംബന്ധിച്ചോളം നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള ഒരു സമയമാണ്. അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗുണപരമായിട്ട് പറയാവുന്ന സമയമാണ്. പൊതുവെ യോഗമുള്ള ഒരു വർഷമായിട്ട് തന്നെ കാണുക. പൊതുവെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരുന്നൊരു സമയം തന്നെയൊക്കെ ജീവിത വിജയത്തിന് വേണ്ടി. എന്നിരുന്നാലൊക്കെ ചെലവുകളൊക്കെ വർദ്ധിക്കാൻ യോഗമുള്ള സമയമാണ്. മനസ്സാധനത്തിന് ഇച്ചിരി കുറവുകൾ, നമുക്ക് സാമ്പത്തികമായ ഉയർച്ചകൾ ഉണ്ടായാൽ പോലും അതെന്താ അമിതമായ ചെലവുകൾ വരാനും അതുപോലെ തന്നെ എന്ത് ചെയ്യാം മാനസികമായ ഒരു പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള വർഷമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളൊക്കെ നടത്തുവാനും ഉത്തമമായ ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയാൻ. തൊഴിൽ മേഖല റിലേറ്റഡ് ആയിട്ട് എന്താ നമുക്ക് സ്ഥലം മാറ്റം അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായി നമുക്ക് ഒരു വീട് വിട്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ, അതുമാത്രമല്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന സംബന്ധമായിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥ, നമുക്ക് ഒരു വാടക വീട്ടിലേക്ക് മാറാനോ ഒരു ഹോസ്റ്റലിലേക്കൊക്കെ മാറാനും ഈ ഒരു സാധ്യത കാണുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷം എന്ന് പറയുക. അതുപോലെ തന്നെ നമുക്ക് മനസ്സാത്തിന് വേണ്ടി എന്താ കുറച്ച് യാത്രകളൊക്കെ ചെയ്യേണ്ടത് വന്നേക്കാം. നമുക്ക് ഒരു ഫ്രീ ആവാൻ വേണ്ടി കുറച്ച് യാത്രകളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മൈൻഡ് ഫ്രീ ആവാൻ പറ്റും. എന്നിരുന്നാലും അവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൂടെ കൊണ്ടുപോകുന്ന ആൾക്കാർ നമുക്ക് മൈൻഡ് എന്ത് നൽകുന്നവരാണ്, നമുക്ക് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് നൽകുന്നവരാണോ നെഗറ്റീവായിട്ട് തിങ്കിങ് നൽകുന്നവരാണോ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ നെഗറ്റീവ് തിങ്കിങ് നൽകുന്നവരാണെങ്കിൽ അവരെ ഒന്ന് ജസ്റ്റ് സൈഡിൽ മാറ്റി നിർത്തി പോസിറ്റീവായിട്ട് വൈബ്രേഷൻ നൽകുന്നവരെ നമ്മൾ ആരുടെ കൂടെ നിൽക്കുമ്പോഴാണോ നമുക്കൊരു പോസിറ്റീവ് ഫീൽ കിട്ടുന്നത്, നമുക്കൊരു എനർജറ്റിക് ഫീൽ കിട്ടുന്നത്, അവരുടെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ നിൽക്കാൻ ശ്രമിക്കുക. അതല്ലാതെ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പക്ഷെ എന്താണ് എപ്പോഴും വാ തുറന്നാൽ നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ,
അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, പയ്യെ ഒന്ന് നീക്കി വെക്കുക. അവരെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇനി എന്റെ കൂടെ കൂട്ടുകൂടണ്ട, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അത് മുതിർന്നവരായാലും ചെറിയവരായാലും എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കണ്ടെത്തുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് മെഡിറ്റേഷൻ, പ്ലെയർ, ഇതൊക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു എന്താ ആ ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ചൈതന്യം കൃത്യമായി നമ്മളിലേക്ക് എത്താൻ, നമ്മുടെ ആ ഒരു ഫ്ലോ കറക്റ്റ് ആവാൻ, നമ്മുടെ ആ ഒരു ചാനൽ കറക്റ്റായി വരാൻ വേണ്ടി നമുക്ക് പോസിറ്റീവായ ഒരു അട്രാക്ഷൻ ആകർഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബിൽ നിൽക്കണം എന്നല്ലേ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഗുണഫലങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് വരികാനും നമുക്ക് ആ നെഗറ്റീവ് ആയിട്ടുള്ള ഷെയ്ഡ്സ് വരുമ്പോൾ എന്ത് ചെയ്യാം, അതിനെയൊക്കെ ചെറുതായിട്ട് പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ ഇതൊക്കെ വളരെയധികം ഉത്തമമായിട്ടുള്ള ഫലം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കൂടെ നിൽക്കുക. നമ്മളൊരു കാര്യം മറ്റുള്ളവരോട് പറയുമ്പോൾ പോസിറ്റീവായിട്ട് തന്നെ പറയാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതല്ലാതെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ളതിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ വേറൊരാളുടെ കൂട്ടി നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം, യാതൊരു പ്രയോജനമില്ല. ഓക്കെ, അത് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ട. നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തുമ്പോൾ, നമ്മൾ ഒരാളുടെ കുറ്റം പറയുമ്പോൾ നമ്മളിലേക്ക് ഒരു നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അവർക്കത് നല്ലതോ ചീത്തയോ എന്തായാലും ആവട്ടെ, വാട്ടവർ, നമുക്കത് എന്താവണുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അത് നെഗറ്റീവായിട്ട്, നമ്മുടെ ഒരു നെഗറ്റീവ് അംശമായിട്ട് നമ്മളുടെ ഒരു കർമ്മമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നിൽക്കും. സോ ആ നെഗറ്റീവ് ഇമ്പാക്ട് നമ്മളിലേക്കും വരും. ഓക്കെ, നമ്മൾ ഒരാളുടെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ ഒരാളുടെ എന്താണ് എന്തെങ്കിലും മറ്റുള്ളവർക്ക് നാശം വരാനുള്ള സംഭവങ്ങൾ പറയുന്നു, അത് ശരിക്കും അവർക്കത് സംഭവിക്കണമെന്നില്ലയോ, നമ്മുടെ ജീവിതത്തിൽ അത് ബാധിക്കും. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ അത് അഫക്റ്റ് ആവും. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ ആ പോസിറ്റീവ് ആയ ചിന്തയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഉത്തമമായിരിക്കും. കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിലും നമ്മൾ പറഞ്ഞു അനുകൂലമായ ഒരു സമയമാണ്, നമുക്ക് പൊതുവെ ആലോചിക്കാൻ സമയമാണ്. എന്നിരുന്നാലൊക്കെ ഏജ് ഭയങ്കര കുറവാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു എന്താണ് 18 കഴിഞ്ഞോളൂ, അല്ലെങ്കിൽ 21 കഴിഞ്ഞോളൂ, അങ്ങനെ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചാലും മതി. കാരണം വലിയ തിരക്ക് പിടിച്ച് ഇപ്പം നല്ല സമയമാണ്, നിങ്ങൾക്ക് ഇനിയും നല്ല സമയങ്ങൾ വരും. ഓക്കെ, തിരക്ക് പിടിച്ച് നിർബന്ധിച്ച് വിവാഹത്തിലേക്ക് ഒന്നും എത്തിക്കാനില്ല. വിവാഹം കഴിക്കാനുള്ളവർക്ക് കഴിക്കാവുന്ന ഒരു നല്ല സമയമാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബിസിനസ് കാര്യങ്ങളിലൊക്കെ നമുക്ക് പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഈ ഒരു വർഷകാലം എന്ന് പറയുന്നത്. ബിസിനസ് കാര്യങ്ങളിൽ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വരാനും അത് ഇംപ്ലിമെന്റ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റിലേക്കൊക്കെ എത്താൻ സാധിക്കും. എന്നിരുന്നാലും അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്ത് മാർക്കറ്റൊക്കെ പഠിച്ച ശേഷം മാത്രം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുക. ഞാൻ നാളെ പോയി ബിസിനസ് വിജയിക്കുമെന്നാണ്, ഞാൻ പോയി നാളെ ബിസിനസ് തുടങ്ങിയേക്കാന്ന് വെച്ചാൽ ജോലി നിർത്തി വെച്ചിട്ട് പോവല്ലേ. നമുക്ക് ആ ബിസിനസ് ഫീൽഡ് അറിഞ്ഞിരിക്കണം, നമുക്ക് അതിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം. ജോലി സ്ഥാപനത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അത് ചെയ്യുന്ന ബിസിനസ്, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നിന്ന് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകും, ചെലവ് വർദ്ധിക്കുന്നതൊക്കെ പറഞ്ഞു. സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോ ജാഗ്രതയോ ആവശ്യമായിട്ട് വേണ്ടതാണ്. തന്റെ ജീവിത പങ്കാളിയോടും കൂടി എന്താണ് ഷെയർ ചെയ്ത സാമ്പത്തികമായ കാര്യങ്ങൾ അവരോടൊന്ന് ഷെയർ ചെയ്തിട്ട് അവരുടെ അഭിപ്രായം കൂടി സ്വീകരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, സാമ്പത്തികമായ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇച്ചിടും ഉത്തമം എന്ന് പറയുന്നത്. ഇടവരാശിക്കാരുടെ ജീവിത പങ്കാളികളുണ്ടല്ലോ, അവർക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് കുറച്ച് ക്ലേശ അനുഭവങ്ങളൊക്കെ വരാനും ശാരീരികമായ ക്ലേശങ്ങളും മാനസികമായ ക്ലേശ അനുഭവങ്ങളൊക്കെ വരാൻ സാധ്യത കാണുന്നൊരു വർഷം തന്നെയാണ്. സോ അതും ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. ഒത്തിരി ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടതാവുന്നൊക്കെ ജീവിത പങ്കാളികൾ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു നമ്മൾ തന്നെ നമ്മുടെ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും ചെയ്യുക. നമ്മുടെ ജീവിത പങ്കാളിയെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, നല്ല അണ്ടർസ്റ്റാൻഡിങ് തന്നെ പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവെ നോക്കിയാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ പറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളൂ. അത് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്രണയ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ പ്രണയ കാര്യങ്ങൾക്ക് പ്രണയങ്ങൾക്കിടയിൽ നോക്കുകയാലും അനുകൂലമായ സമയമാണ്. പ്രണയിക്കാനൊക്കെ പറ്റുന്ന സമയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന സമയമാണ്. ഒന്ന് ബ്രേക്കപ്പായി വീണ്ടും കൂടി ചേരാൻ ആഗ്രഹമുണ്ട്, ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും. എന്നിരുന്നാലും ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ പിന്നെയും വരാൻ സാധ്യതയുള്ള വർഷം തന്നെയാണ്. എന്നിരുന്നാലും വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിതം എന്താണ് പ്രണയത്തിൽ മുന്നോട്ട് പോകാനും പ്രണയത്തിൽ വിജയിക്കാൻ കാണാവുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു വർഷം എന്ന് പറയുക. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇടവരാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം ജാഗ്രത വയ്ക്കുന്നത് ഉത്തമമായിരിക്കും. ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും കൃത്യമായ വൈദ്യ പരിശോധന നടത്തുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് ജീവിതത്തിൽ പല കാര്യത്തിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മൾ നാളെ നീട്ടിക്കൊണ്ട് പോയി ആ ചെറിയ രോഗം വലിയ രോഗമാവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ചെറിയ അടയാളം വരുമ്പോൾ തന്നെ ചെറിയൊരു സൂചന നൽകുമ്പോൾ തന്നെ കൃത്യമായ വൈദ്യ പരിശോധന നടത്തി
മരുന്ന് സേവിക്കുക. അത് എന്നെ മരുന്ന് എന്ന് പറയുന്നില്ല. അത് അലോപ്പതി, ആയുർവേദ, ഹോമിയോ, അക്യുപഞ്ചർ, സുജോക്ക് എന്തും ആവാം. നിങ്ങൾക്ക് ഏത് ട്രീറ്റ്മെന്റ് ആണ് ഇഷ്ടം അത് എടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ ശരീരം എന്താണ് ചികിത്സിക്കാൻ ഏത് മെത്തേഡാണ് ഉത്തമം നിങ്ങൾക്ക് തോന്നുന്നോ ആ മെത്തേഡിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അതിന് യാതൊരു തെറ്റുമില്ല. ഓക്കെ, അപ്പൊ അതിന് പിന്നെ എന്താണ് ചില സാഹചര്യം നോക്കണം. ചില അസുഖങ്ങൾക്ക് ഇന്ന മെഡിസിൻ ചെയ്താൽ കുറച്ചുകൂടി റിസൾട്ട് കൂടുതലുണ്ടെന്നൊക്കെ എന്താണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ചില ഡോക്ടറിന്റെ അടുത്ത് പോയാൽ നമുക്ക് പെട്ടെന്ന് അതിന്റെ കാരണം ഒരു വിശ്വാസവും കൂടിയാണ് അതിൽ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ട് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ആരോഗ്യകാര്യം വളരെ ശ്രദ്ധിക്കുക. വീട്ടിലെ കുടുംബാംഗങ്ങളുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും പഠനത്തിൽ കുറച്ച് ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്ന ഉത്തമമായിരിക്കും ഒരു വർഷം എന്ന് പറയുന്നത്. ഇത്രയാണ് പൊതുവെ രാശിയെ സംബന്ധിച്ചത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവെ രാശിഫലം എന്ന് പറയുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അധികം പേരും ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ഒരു രാശിഫലം എന്റെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ? എനിക്ക് പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഫലമായിട്ട് എനിക്ക് യോജിക്കാറില്ല. എന്റെ ഫലമായിട്ട് മിക്കതും ഈ വീഡിയോസ് വരുന്ന ഫലങ്ങൾ ഒക്കാറില്ല എന്ന് പറയാറുണ്ട്. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് എന്ന് പറയുന്ന ഒരു പൊതുഫലം മാത്രമാണ്. വ്യക്തിപരമായിട്ടുള്ള ഫലം അറിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ സ്വയം ജാതക പരിശോധന ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു മരുന്നിന് പ്രിസ്ക്രിപ്ഷൻ നൽകണമെങ്കിൽ നമുക്ക് പൊതുവായിട്ട് പനിക്ക് ഇന്ന മരുന്നുകൾ എന്ന് നമുക്ക് പറയാം. എന്നാൽ ആ ഒരു വ്യക്തിയെ പരിശോധിച്ച് നമ്മൾ മരുന്ന് നിർണ്ണയിക്കുമ്പോൾ നമുക്ക് എന്താണ് കൃത്യതയോടെ നമുക്ക് ആ വിവരങ്ങൾ മനസ്സിലാക്കാനും ആ ഒരു കൃത്യമായ മെഡിസിൻ ഓരോരുത്തർക്കും നൽകാനും സാധിക്കും. അതുപോലെ തന്നെ കുറച്ചുപേര് ചോദിക്കുന്നതാണ്, എപ്പോഴും എല്ലാവരും എന്നെ മാത്രം ശത്രുവായി കാണുന്നുണ്ട്, എല്ലാവർക്കും എപ്പോഴും എനിക്ക് തന്നെ ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്താണ്? അതിന്റെ പ്രധാന കാരണം എന്താണ് അറിയോ? നമ്മളൊരു മാവിലേക്ക് കല്ലെറിയുന്നത് എങ്ങനെയുള്ള മാവിലേക്കായിരിക്കും കല്ലെറിക്കുക? നല്ല കായ്ച്ചു നിൽക്കുന്ന മാവിലേക്കല്ലേ കല്ലെറിയുള്ളൂ. ഇല്ലാത്ത മാങ്ങയൊന്നും ഇല്ലാത്ത മാവിലേക്ക് ആരെങ്കിലും കല്ല് പിറക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുവോ? ഇല്ല അല്ലേ? അത്രം തന്നെ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തോ ഉണ്ട്, മറ്റുള്ളവർ അത് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ മറ്റുള്ളവർക്ക് അതിന് മേലിൽ എന്താണ് ഒരു അസൂയ, കുശുമ്പ എന്നൊക്കെ പറയാം നമുക്ക്, എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെ എന്ത് ചെയ്യുന്നത്, കല്ല് ചെയ്യുന്നത്. ആ കല്ല് എറിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് ഉയരുക. ആ ഉയരത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ ഈ കല്ല് എറിയുന്നുണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ കൈ ടാറ്റ് തരുന്നൊരു ഫീൽ തോന്നും. ഓക്കെ, നമ്മളെ ടാറ്റ് നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇവര് നമുക്ക് ടാറ്റ് തരുന്നൊരു ഫീൽ തോന്നും. ഹായ് എന്നൊക്കെ പറയുന്ന ഒരു ഫീല് കിട്ടും. അപ്പോ നമ്മൾ അവിടെ തന്നെ നിന്ന് പോയാലും പ്രശ്നമാണ്, അതിൽ നിന്ന് താന്നു വന്നാലും പ്രശ്നമാണ്. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. താന്നു പോയാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം സേഫ് ആണ്, നിങ്ങൾ ആരും കല്ലെറിയാൻ നിൽക്കൂല. കാരണം എന്താ, മാവില്ലാത്ത അല്ലെങ്കിൽ കായ്ക്കാത്ത മാവിലേക്ക് ആര് കായ്ക്കും? ഇപ്പൊ മാവ് വിചാരിക്കുകയാണ് ഏത് നേരം കല്ലെറിയല്ലേ, ഞാൻ അടുത്ത വർഷം പൂക്കുന്നില്ല കായ്ക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ അടുത്ത വർഷം ആരും അതിലോട്ട് എന്ത് ചെയ്യാനല്ല, കല്ലെറിയാനും പോകുന്നില്ല, പറിക്കാനും പോകുന്നില്ല, ഒന്നുമില്ല. ആ സ്ഥാനത്ത് അടുത്ത വർഷം ഇച്ചോടും പൊക്കമൊക്കെ വെച്ച് ഇച്ചോട് നന്നായി മാവും പൂവൊക്കെ കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാർ കല്ലെറിയാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കും? എറിഞ്ഞാൽ എത്തൂലാത്ത ഉയരത്തിലേക്ക് എത്തണം. ആ ഉയരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടി കളർഫുൾ ആകാൻ സാധിക്കും. എന്നാൽ ഇത് എല്ലാവർക്കും സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമാകുന്നേ ഉള്ളൂ. നമ്മുടെ ജാതകം കൃത്യമായി പരിശോധിച്ചു കൃത്യമായ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താകണം എന്ന കൃത്യമായ ലക്ഷ്യബോധം നമുക്കുണ്ടാകും. എന്നാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ലക്ഷ്യമില്ലാതെ ഓടുന്ന എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യക്തത ഇല്ലാതെ നമുക്ക് ചുമ്മാ ഓടാന്ന് മാത്രമല്ല, നമുക്ക് അറിയത്തില്ല ഇതിന്റെ അന്ത്യം എവിടെയാണ് അല്ലെങ്കിൽ ഇതിന്റെ അവസാനം എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ കൃത്യമായൊരു ചെക്ക് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡന്റിഫൈ അത് എന്റെ ചെക്ക് പോയിന്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്റെ അടുത്ത ചെക്ക് പോയിന്റ് ഇന്നടുത്തുണ്ട്, അല്ലെ ഇതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, അത് കൃത്യമായിട്ട് അത് ട്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ വിജയിക്കണം എങ്കിൽ ആദ്യമേ നമ്മൾ എടുക്കേണ്ട ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് സ്വയം ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവുക. നമുക്കത് നേടിയെടുക്കണം എന്നുള്ള ഒരു എന്താണ് ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യങ്ങൾ കീഴടക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ കീഴടക്കാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലെത്താനോ നമ്മുടെ ആഗ്രഹങ്ങൾ സാഫല്യമാക്കാനോ നമ്മളെ ചുറ്റും ആശ്രയിച്ച് നിൽക്കുന്നവരെ സഹായിക്കാനോ നമുക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇന്നോട്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഇത് പുതുവർഷഫലമാണ് അല്ലെ. അപ്പൊ ഈ ചിങ്ങം 1-ാം തീയതി മുതൽ നിങ്ങൾ ഒരു കൃത്യമായ ഒരു റെവല്യൂഷൻ എടുക്കുക. ഇപ്പം 2024 തുടങ്ങിയപ്പോൾ പലരും എന്താണ് കുറെ ചലഞ്ചസും കുറെ
ഫാൻസും ഗോൾസും ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് പകുതി പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും, പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടാവും. എന്നാൽ അതൊക്കെ പോട്ടെ, കുഴപ്പമില്ല. ഇതൊരു പുതുവർഷമാണ്, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചൊരു പുതുവർഷമാണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങൾക്ക് കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അടുത്ത ചെക്ക് പോയിന്റ് ആയിട്ട് വെക്കണം നിങ്ങൾ 2025 ചെക്ക് പോയിന്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് എന്താണ് ഇരുവർഷം, അപ്പം നിങ്ങൾക്ക് ചെക്ക് പോയിന്റ് ഉണ്ട്. അപ്പം തൊട്ടടുത്ത് തന്നെ എന്തുണ്ട്, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. അത് അച്ചീവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് എന്ത് ചെയ്യുക, കുതിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മറ്റുള്ളവർ എന്ത് ചെയ്യും, അസൂയാക്കളാവും. അത് മാത്രമല്ല, നമുക്ക് തന്നെ എന്നും പ്രശ്നമാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നോടത്ത് ആ പ്രശ്നം മാറൂല. അതിനെന്താണ് ചെയ്യാൻ പറ്റുക, ഞാൻ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്ന കൃത്യമായ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ എങ്ങനെയൊക്കെയോ ചെയ്തിട്ടോ യാതൊരു പ്രയോജനമില്ല. നമുക്ക് എന്താണോ വേണ്ടത്, നമ്മുടെ ജീവിതത്തിന് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ നിങ്ങളെ രാശിഫലമൊക്കെ കേൾക്കുമ്പോൾ പൊതുവെ ഇരിക്കുക എന്ന് കുഴപ്പമൊന്നുമില്ല. ഒരു വലിയ കാര്യങ്ങൾക്കൊന്നും അറ്റാച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പൊതുവെ രാശിഫലവും അതായത് ലഗ്നവും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ, അപ്പൊ ലഗ്നവും രാശിഫലവും കൂടി ആകുമ്പോൾ അത്യാവശ്യം നിങ്ങളുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫലത്തിലേക്ക് എത്തും. എന്നിരുന്നാലും ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എവിടേക്കാണ് നിൽക്കുക, നമുക്കിപ്പോ ദശ ഏതാണ്, ആ ദശാനാഥം നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ ഒക്കെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോയി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അത് മാത്രമല്ല, ഓരോരുത്തരുടെ ജീവിത വളർന്നു വന്ന സാഹചര്യം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് പലർക്കും അറിയാം, ഇപ്പൊ ഒരു വ്യക്തി ഒരേപോലത്തെ ജാതകമുള്ളവരും ഉണ്ടാവാം അല്ലെ, ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജാതകം ഏകദേശം എന്താണ് ഒന്ന് തന്നെയായിരിക്കും. പക്ഷെ അവർ രണ്ടുപേരും എന്താണ് വലുതായി വരുമ്പോൾ രണ്ട് ക്യാരക്ടറായി. കാരണം ഇവരുടെ ചുറ്റിനുമുള്ള ചുറ്റുപാടാണ് അല്ലെ, ഓരോ വ്യക്തിയുടെയും ചുറ്റിനുമുള്ള ചുറ്റുപാടുകൾ അതില് ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. എന്നാൽ ചീത്ത മാത്രം എന്ന് വെച്ചാൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാ. ഓക്കെ, ഒരു പാലിന്റെ അകത്ത് ഒരു വശി കടന്ന് പെട്ടെന്ന് പടരാൻ ഈസിയാ. ഓക്കെ, പക്ഷെ അതിനെ ശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യം തന്നെയാണ് അല്ലെ. സോ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനാവശ്യമായുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഗുണങ്ങൾ നൽകുന്ന സമയം, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം നൽകുന്ന, നമുക്ക് വേണ്ടപ്പെട്ടവര് അല്ലെങ്കിൽ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷമല്ല കേട്ടോ. നമ്മുടെ തിന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം നമ്മുടെ നാശമായിരിക്കും. അതല്ല, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ നമ്മൾ വരാണ്. നമുക്ക് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക, എല്ലാം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പൂജനയോ അല്ലെ പ്രാർത്ഥനയിലോ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോവാതെ നിങ്ങളുടെ വർക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എത്ര നല്ല ഫലമാണെന്ന് പറഞ്ഞാൽ ചുമ്മാ വീട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല. അത് കൃത്യമായ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുമ്പോൾ ആക്ഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ദൈവം അവിടെ നിന്ന് നോക്കാം, ഓക്കെ അവൻ അധ്വാനിക്കുന്നുണ്ട്, ഓക്കെ അവന് ഫലം കൊടുത്തേക്കാം എന്ന് വിചാരിക്കും. താൻ ബാധി ദൈവം ബാധി, നമ്മൾ ചെയ്യാനുള്ള ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ദൈവത്തെ ആശ്രയിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെ ദൈവത്തെ മാത്രം ആശ്രയിച്ചിട്ടല്ല, നമുക്കും ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ജീവിതത്തിലേക്ക് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. എന്താണ് ഈ ലാസ്റ്റത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിരുന്നാലും ഇത് എന്താണ് നിങ്ങളിലേക്ക് എത്തേണ്ടതാണ് കൃത്യസമയത്ത്. ഈ ഒരു കാര്യം നിങ്ങൾ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരന് നിങ്ങൾക്ക് നൽകേണ്ട കാര്യം തന്നെയാണ്. കാരണം അത് ചിലവർക്ക് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാലും ആ ഫലം മാത്രം കണ്ട് അതിന് വിചാരിക്കും, ഓക്കെ ഇതൊക്കെയാണ് ഫലം, ഓക്കെ എന്നാൽ വിചാരിച്ച് മുന്നോട്ട് പോകും. ദോഷഫലങ്ങളോ ദുഃഖിക്കുകയും നല്ല ഫലങ്ങളോട് സന്തോഷിക്കും. പക്ഷെ ഈ ഒരു വർഷക്കാലം കഴിയുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ യാതൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം എന്താ, നിങ്ങൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് എന്താണോ അതിന് പ്രധാന കാരണം നമ്മൾ തന്നെയാണ്, അല്ല മറ്റുള്ളവരല്ല. ഓക്കെ, അതിന് വേണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് അന്വേഷിച്ചിട്ടില്ല. അന്വേഷിപ്പിൻ കണ്ടെത്തൂ എന്നാണ് പറയുന്നത്. നമ്മൾ അന്വേഷിച്ചാൽ എന്തൊരു കാര്യം കണ്ടെത്താൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പം നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യുക. എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും വഴിപാടിലും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുവാനായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പേരും നക്ഷത്രവും കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.